രാവിലെ കുട്ടികൾക്ക് സ്കൂളിൽ കൊടുത്തുവിടാനായിട്ട് നല്ലൊരു മുട്ടച്ചോറുണ്ടാക്കി എടുത്താലോ? ഒരു മുട്ടയുണ്ടെങ്കിൽ കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് മുട്ടച്ചോറുണ്ടാക്കി കൊടുത്തു നോക്കട്ടോ. നമ്മൾ കുട്ടികൾക്കൊക്കെ രാവിലെ കഴിക്കാനൊക്കെ ആയിട്ടുള്ള മടിയുള്ള കുട്ടികൾ സ്കൂളിൽ ചോറ് കൊണ്ടുപോകാനൊക്കെ ആയിട്ട് മടിയുള്ള മക്കളൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ നിങ്ങളൊന്ന് മുട്ടച്ചോറുണ്ടാക്കി എടുത്ത് കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടുകയും ചെയ്യും. അവർ ചോറ് ഫുള്ള് അത് കഴിക്കുകയും ചെയ്തോളൂ കേട്ടോ. അപ്പം ഒന്ന് ഇടയ്ക്കൊക്കെ ഒന്ന് വെറൈറ്റി ആയിട്ടൊക്കെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ എന്തായാലും അവർക്ക് ഇഷ്ടപ്പെടും കേട്ടോ. അപ്പം ചോറ് തിന്നാനും രാവിലെ ഭക്ഷണം കഴിക്കാൻ മടിയുള്ള കുട്ടികളൊക്കെ ഉള്ളിടത്തില്ല ഇതുപോലെ അമ്മമാരൊന്നും ഉണ്ടാക്കി കൊടുത്തു കേട്ടോ. അധികം കറിയുടെ ഒന്നും ആവശ്യമില്ല. ഒരു മുട്ടയുണ്ടെങ്കിൽ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നുള്ളൂ. എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചിട്ട് ഉണ്ടാക്കി നോക്കിയിട്ട് കുട്ടികൾക്ക് എങ്ങനെയായിരുന്നു ഇഷ്ടപ്പെട്ടു എന്ന് പറയണം കേട്ടോ കമൻറ്റ് ബോക്സിൽ വന്നിട്ട്. അപ്പോൾ ഞാനിപ്പോൾ അതിനായിട്ട് ഒരിത്തിരി നമുക്ക് വെളിച്ചെണ്ണ എടുത്ത് ഒഴിച്ചിട്ട് ആവശ്യത്തിന് ഒരിത്തിരി കടുക് കൂടെ ഒന്ന് പൊട്ടിച്ച് കൊടുക്കാം കേട്ടോ. പിന്നെ അതിൻ്റെ കൂട്ടത്തിലേക്ക് നിങ്ങൾക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ചുവന്നുള്ളി ഇടാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ. കാരണം ചുവന്നുള്ളി കുട്ടികൾക്കൊക്കെ ബ്ലഡ് ഇട്ടാവാനൊക്കെ ആയിട്ട് നല്ലതല്ല. അപ്പം ചുവന്നുള്ളിയും കൂടെ കൂട്ടിയിട്ട് ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് വയറ്റി കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുപോലെ ഇതിനകത്തേക്ക് വേണമെങ്കിൽ നെയ്യ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. നെയ്യിൻ്റെ ഫ്ലേവർ ഇഷ്ടമുള്ള കുട്ടികൾക്കൊക്കെ. അപ്പോൾ നെയ്ച്ചോറിൻ്റെ ഒക്കെ ഒരു രീതിയിൽ തന്നെ ഇരിക്കുകയും ചെയ്തോളൂ കേട്ടോ. ഇനി നമുക്ക് ചെറിയൊരു കുഞ്ഞ് കഷ്ണം ഇഞ്ചി ഇതുപോലെ ഒന്ന് അരിഞ്ഞിട്ട് കൊടുക്കാം കേട്ടോ. ദഹനത്തിനും കുട്ടികൾക്ക് വിശപ്പുണ്ടാവാനൊക്കെ ആയിട്ട് ഇഞ്ചി ഒന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ട് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇതുപോലെ ഇത്തിരി ഇഞ്ചി അരിഞ്ഞിട്ടിട്ടുണ്ട്. അതുപോലെ ഒരു അര സ്പൂൺ വേണ്ട മുളക് പൊടി അധികം കഴിക്കുന്ന മുളക് ഇഷ്ടമില്ലാത്ത കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഒരു മുളക് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ എരിവ് കുറഞ്ഞ പച്ചമുളക് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് കീറിട്ട് കൊടുക്കുക. ഇല്ലെങ്കിൽ പച്ചമുളക് സ്കിപ്പ് ചെയ്ത് കളഞ്ഞു കേട്ടോ. ഞാനിപ്പോൾ ക്യാപ്സിക്കം ഉള്ളതുകൊണ്ട് ക്യാപ്സിക്കം ഇട്ട് കൊടുത്തേക്കുന്നത്. കാരണം അധികം എരിവില്ലല്ലോ. മുളക് പൊടി ഇട്ട് കൊടുക്കാൻ പറ്റുമെങ്കിൽ അത് ഇട്ട് കൊടുത്താൽ മതി. മറ്റേത് അങ്ങനെ സ്കിപ്പ് ചെയ്ത് കളഞ്ഞു കേട്ടോ. പിന്നെ നല്ല പഴുത്തൊരു ഹാഫ് തക്കാളി അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒന്ന് ചെറിയ രീതിയിൽ ഒന്ന് സ്ക്വയർ കഷ്ണങ്ങളായിട്ട് അതൊന്ന് അരിഞ്ഞിട്ട് കൊടുക്കാം കേട്ടോ നമുക്ക്. ഇനി ഇതുപോലെ ഒന്ന് തക്കാളി നമ്മുടെ ഒരു ഇട്ടേക്കുന്ന ചുവന്നുള്ളിലേക്കും കൂടെ കൂടിയിട്ട് ഒന്ന് ഉടഞ്ഞ് വരുന്ന രീതിയിൽ അതുപോലെ ഒന്ന് ഒന്ന് വന്നു കഴിഞ്ഞപ്പോൾ ഒന്ന് തക്കാളി ഒന്ന് ചെറിയ രീതിയിൽ ഒന്ന് ഉടച്ച് കൊടുക്കണം കേട്ടോ. പിന്നെ നമുക്കതിനകത്തേക്ക് ഗരം മസാലപ്പൊടി ഉണ്ടല്ലോ, നമ്മുടെ ഗ്രാമ്പു ഏലക്ക പട്ട പൊടിച്ചതും പിന്നെ ഒരു നുള്ള കുരുമുളക് പൊടി ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. ഗ്രാമ്പു ഏലക്ക പട്ടയുടെ പൊടി ഇട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ അത് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഒരു മുട്ട ഇതുപോലെ ഒന്ന് പൊട്ടിച്ച് ഒഴിക്കാം. മുട്ടയൊക്കെ കഴിക്കുന്ന ഇഷ്ടമുള്ള കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഒരു മുട്ടയ്ക്ക് 2 മുട്ടയ്ക്ക് എടുത്ത് കൊടുത്തോ. കാരണം കുട്ടികൾക്കൊക്കെ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒന്നാണല്ലോ. അപ്പം ചെറിയൊരു ചുറ്റുവട്ടത്തിലൊക്കെ എടുക്കുന്നതെങ്കിൽ ഒരു മുട്ട എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഒരാൾക്കൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരുപാട് മുട്ടയുടെ ആവശ്യമില്ല, ഒരു മുട്ട മതി. ഇതുപോലെ മസാല ഇതുപോലെ കൂട്ടിയിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇനി നമുക്ക് ഇതൊന്ന് ഫുള്ളായിട്ട് കൂട്ടിയിലേക്ക് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ സാധാ ചോറുണ്ടല്ലോ, നമ്മൾ കഞ്ഞി വയ്ക്കുന്ന ചോറ്, അപ്പോൾ ആ ചോറ് നമുക്ക് കുട്ടികളെ കഴിക്കുന്നത് എന്തോരം ഇഷ്ടമാണോ അതിനനുസരിച്ചിട്ട് അവരുടെ കഴിക്കാൻ ഇഷ്ടമുള്ള രീതിയിൽ ഒരു നമുക്ക് ഇതേപോലെ ഞാനിപ്പോൾ ഒരു കുഞ്ഞ് 2 തവിയിലാണ് കേട്ടോ വാരിട്ടെടുത്തേക്കണം. അപ്പോൾ മോൾക്ക് സ്കൂളിൽ കൊടുത്തിടാനായിട്ട് എടുത്തതാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇതുപോലെ 2-3 തവി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കൂട്ടി ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുന്നതിന് മുൻപ് തന്നെ ഒന്ന് മൂടി വെച്ചിട്ട് ഒരു 2-3 സെക്കൻഡ് നേരം ഒന്ന് ആ ഒരു മുട്ടയുടെയൊക്കെ ഒരു ആവി നമ്മുടെ ചോറിലേക്ക് ഒന്ന് വരുന്ന രീതിയിൽ ഒരു 3-4 സെക്കൻഡ് നേരം ഒന്ന് മൂടി വെച്ചിട്ട് തുറന്ന് നോക്കാം കേട്ടോ. നല്ല മണമായിരിക്കും. ഇനി നമുക്ക് ഇതൊന്ന് കൂട്ടിലേക്ക് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഒത്തിരി ഉപ്പും കൂടെ ഇട്ട് കൊടുക്കണം. ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ലല്ലോ. അപ്പം ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ ഇതിന് മുകളിൽ വേണമെങ്കിൽ ഇത്തിരി പച്ച വെളിച്ചെണ്ണയും കൂടെ കൂടിയിട്ട് മുകളിലേക്ക് ഒന്ന് തൂളി കൊടുക്കാം കേട്ടോ. ഇത്രയും മതി. നമുക്കൊന്ന് ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ നമ്മൾ വെറുതെ ഇനി വേറെ കറിയുടെ ഒന്നും ആവശ്യമൊന്നുമില്ല. അപ്പം ഇത്തരത്തിൽ നമുക്കത് ഉണ്ടാക്കി വെച്ചിട്ട് രാവിലെ ഒരു 5 മിനിറ്റിനുള്ളിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു മുട്ടച്ചോറാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ മുട്ടച്ചോറൊക്കെ ഉണ്ടാക്കി കുട്ടികൾക്ക് സ്കൂളിൽ കൊടുത്തിടുകയാണെങ്കിൽ കുട്ടികൾ ചോറ് അപ്പടി തിന്നോളൂ കേട്ടോ. അപ്പോൾ കുഞ്ഞു മക്കളൊക്കെ ഉള്ളിടത്തിലൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുത്ത് നോക്ക്. എന്തായാലും അവർക്ക് ഇഷ്ടപ്പെടും. ലഞ്ച് ബോക്സിന് എന്തായാലും ഒന്ന് സ്പെഷ്യലായിട്ടൊന്ന് നമുക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ എന്തായാലും അവർക്ക് ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ ഉണ്ടാക്കി കൊടുത്തിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് അഭിപ്രായം കുട്ടികൾക്ക് ഇഷ്ടമായിരുന്നതെന്ന് പറയണം കേട്ടോ. പിന്നെ നമ്മൾ ഈ ഒരു കൂട്ടത്തിലൊക്കെ വേണമെങ്കിൽ ഒരു നുള്ള അച്ചാറും കൂടെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. വേണമെങ്കിൽ ഒരു നുള്ള പപ്പടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ അത് സെപ്പറേറ്റ് വേണമെങ്കിൽ അവർക്ക് വെച്ച് കൊടുത്തു വിടാം കേട്ടോ. അപ്പം ഇതൊന്നും ഇല്ലെങ്കിൽ പോലും ചോറ് വെറുതെ കഴിക്കാനായിട്ട് നല്ലൊരു ചോറാണ്. ഉണ്ടാക്കി നോക്കിയിട്ട് കഴിച്ചിട്ട് എങ്ങനെ ഉണ്ടായിരുന്ന അഭിപ്രായം പറയണം കേട്ടോ. അപ്പോൾ നല്ലൊരു വീഡിയോ ഉണ്ട് കാണാം. എനിക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു ഉപകാരപ്പെട്ടു എല്ലാ അമ്മമാർക്കും ഉപകാരപ്പെട്ടു എന്നുണ്ടെങ്കിൽ മറ്റുള്ള അമ്മമാരിലേക്കായിട്ട് ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ പേജ് ഇതുവരെ ഫോളോ ചെയ്ത ഫ്രണ്ട്സിലൊക്കെയാണ് കാണുന്നതെങ്കിൽ പേജ് ഫോളോ കൂടി ചെയ്തിരിക്കാൻ മറക്കല്ലേ. അപ്പോൾ നല്ലൊരു വീഡിയോ കാണാം.